അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി എന്ത് നടക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്, കൂടാതെ ഭാരതീയരും ഉറ്റുനോക്കുന്നത്. പക്ഷെ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ഇപ്പോൾ മുതിരുമോ? അവർക്ക് അതിനുള്ള ഒരു ത്രാണി ഉണ്ടോ? അവർക്ക് ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടോ? നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെ നടന്ന ഭീകരാക്രമണം, അതിനുള്ള ആദ്യഘട്ട തിരിച്ചടിയായി പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും ഇന്ത്യ തീരുമാനിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് നിരവധി തവണയാണ് ഭീഷണിയും പ്രകോപനവുമായ പ്രസ്താവനകളുമായി പാകിസ്ഥാന് രംഗത്തെത്തിയത്. അപ്പൊ അവരുടെ വാക്കുകളിൽ ഭയങ്കര ഗോഗവിളികളൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവർ പറയുന്നത് പോലെ ഇന്ത്യയെ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിൽ നേരിടാൻ പാകിസ്ഥാന് ഇപ്പോൾ കഴിയുമോ? നോക്കാം. പാകിസ്ഥാന്റെ പിന്തുണയോടെ കഴിഞ്ഞ മാസം കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാരായ നിരപരാധികളായ നിരായുധരായ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം പിന്നാലെ തന്നെ തിരിച്ചടി എന്നോണം ഇന്ത്യ ശക്തമായ സൈനിക ഇതര നടപടികൾ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിരുന്നു, രക്തം ചീന്താതെ. ഇതിൽ ഏറ്റവും പ്രധാനം, അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് സിന്ധു നദീജല കരാറ് മരവിപ്പിക്കാനെടുത്ത തീരുമാനം. അപ്പൊ പാകിസ്ഥാന്റെ കീഴിലുള്ള ഗണ്യമായ ഭൂപ്രദേശത്തെ കാർഷിക സമ്പദ് മേഖലയെ സാരമായി ബാധിക്കുന്ന നടപടി ആണിതെന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. ഇക്കാര്യം ശരിവെക്കും വിധമാണ് തുടർന്നുണ്ടായ പാക് രാഷ്ട്രീയ അല്ലെങ്കിൽ അവിടുത്തെ മുന്തിയ ആളുകളുടെ തലപ്പത്ത് നിന്നുള്ള ഗോഗവിളികളും പ്രതികരണങ്ങളും ഭീഷണികളും. അപ്പൊ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധസമാനമായ നടപടിയായി കണക്കാക്കുമെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ട ജലം നിഷേധിച്ചാൽ ഇന്ത്യക്കാരുടെ രക്തമാവും പിന്നീട് നദിയിലൂടെ ഒഴുകുക എന്നുമൊക്കെയുള്ള അത്യന്തം പ്രകോപനപരമായ പ്രസ്താവനകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആദ്യം മുതൽ നമ്മൾ കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ, അതായത് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് മെയ് 3 നടത്തിയ പ്രസ്താവന ഒരു പടി കൂടി മുന്നിൽ കടന്നതായിരുന്നു. അദ്ദേഹം പറയുന്നത് ആണ്, സിന്ധു നദീജലം തടയുന്നതിനായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അണക്കെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉൾപ്പെടെയുള്ള എന്ത് സംവിധാനവും പാക് സേന തകർക്കുമെന്നാണ് ഖവാജ ആസിഫ് പറയുന്നത്. അപ്പൊ പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ മുതിരുമോ? അതിനുള്ള ത്രാണി അവർക്ക് ഉണ്ടോ? എന്നാൽ അവരുടെ ഈ ഗോഗവിളിലും ആ പ്രകോപനപരമായ വാക്കുകൾക്കും മറുവശത്ത് നിൽക്കുന്ന ഇന്ത്യയാകട്ടെ ഇത്തരം പ്രതികരണങ്ങളൊന്നും തന്നെ കേട്ടതായി ഭാവിക്കുന്നില്ല. നമുക്കൊരു ചൊല്ലില്ലേ, റോട്ടിലൂടെ പോകുമ്പോൾ പൊടിച്ച് പട്ടികൾ കിടന്ന് കുരയ്ക്കും. പക്ഷെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യൻ അതൊന്നും നോക്കാതെ അവന്റെ വഴിയിലൂടെ നിർഭയനായി കടന്നു പോകും. അതുപോലെയാണ് ഇവിടെ ഇന്ത്യ. പാകിസ്ഥാന്റെ ഈ കുരയ്ക്കൽ കേട്ടുന്നൊന്നും ഇന്ത്യക്ക് യാതൊരു പേടിയുമില്ല. ഈ കുരയ്ക്കൽ കേട്ടതായി ഭാവിക്കുന്നു പോലുമില്ല. ഇന്ത്യൻ സർക്കാരിൽ നിന്നോ ആരുടെ മുന്തിയ നേതാക്കളിൽ നിന്നൊന്നും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളോ വാക്കുകളോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ മന്ത്രിസഭ എടുത്ത തീരുമാനം പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിനൊപ്പം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറക്കുന്ന നടപടികൾക്കും കേന്ദ്ര സർക്കാർ ചരടുവലി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന് വിട്ടുകൊടുത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ വാക്കുകൾ കൊണ്ടുള്ള കസർത്തൊന്നും വേണ്ട. അപ്പൊ പ്രവൃത്തി അവർ ചെയ്തോളും. അവർക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ സർക്കാർ. അപ്പൊ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇന്ത്യ അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ആക്രമണം പാകിസ്ഥാൻ മുതിരുമോ? അത്തരം ഒരു കടുങ്കൈ ചെയ്യാനുള്ള സാമ്പത്തിക സൈനിക ശേഷി പാകിസ്ഥാന് ഇപ്പോഴും ഉണ്ടോ? അതായത് ശുഷ്കമായ വിദേശ നാണ്യ ശേഖരവും മാനം മുട്ടാറായ പണപ്പെരുപ്പവും ഉയർന്ന തോതിലുള്ള പൊതുകടവും കാരണം വളരെ ദുർബലമായ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സമ്പദ്ഘടന ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര നാണയനിധിയിൽ നിന്ന്, അതായത് IMF-ൽ നിന്നും കൈനീട്ടി ദാനം പോലെ വാങ്ങിയ സാമ്പത്തിക പാക്കേജുകളാലും
ചൈന, സൗദി അറേബ്യ, UAE പോലുള്ള സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഉഭയകക്ഷി സഹായധനങ്ങളും മുഖേനയാണ് പാകിസ്ഥാൻ അടുപ്പില് കഞ്ഞിവെച്ച് പോകുന്നത്. നേരത്തെ അവർ വാങ്ങിക്കൂട്ടിയ വിദേശ കടങ്ങളുടെ തിരിച്ചടവ് കാരണം സൈനിക ബഡ്ജറ്റ് ഞെരുങ്ങുകയാണ്. അതുപോലെ പണപ്പെരുപ്പം താഴുന്നതിന്റെ ചില സൂചനകൾ നൽകിയെങ്കിലും പണപ്പെരുപ്പം ഇപ്പോഴും 20% മുകളിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ലോകബാങ്ക് പറഞ്ഞു കഴിഞ്ഞു, അതായത് അവരുടെ GDP വളർച്ച 2% താഴെ ആകുമെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ രാജ്യത്തിന്റെ സാമ്പത്തിക മുരടിപ്പ് കാരണം തൊഴിലില്ലായ്മ പ്രശ്നം രൂക്ഷമായി. ഇവയെല്ലാം ജനങ്ങളുടെ ക്രയവിക്രയ ശേഷി തളർത്തുകയാണ്. അപ്പൊ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് സൈന്യം ചെലവിടൽ വർദ്ധിക്കുന്നതും പാക് സമ്പദ്ഘടനയുടെ സ്ഥിതി വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും പോലും ഉറപ്പാക്കാനാവാത്ത നിലയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെയേറെ പണച്ചെലവും മനുഷ്യ വിഭവശേഷിയും ആവശ്യമായി വരുന്ന സൈനിക യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാമ്പത്തിക പരിസ്ഥിതി പാകിസ്ഥാന് ഇല്ല എന്നതാണ് പച്ചയായ വാസ്തവം. ഇനി തിരികെ സൈന്യശേഷിയിലേക്ക് വന്നാലോ, ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയ യുദ്ധങ്ങളിലെല്ലാം ഇന്ത്യൻ സൈന്യമാണ് വിജയിച്ചിട്ടുള്ളത്. 1948, 1965, 1971 വർഷങ്ങളിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധങ്ങളിലും 1999 നിയന്ത്രിത ഏറ്റുമുട്ടലായ കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യയാണ് വിജയക്കൊടി പാറിച്ചത്. സാമ്പത്തികമായി ഇന്നത്തെക്കാളും മികച്ച നിലയിലും ഉയർന്ന സൈനിക ബഡ്ജറ്റ് വിഹിതവും പുറമെ നിന്നുള്ള സൈനിക സഹായവും ഒക്കെ ലഭിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലായിരുന്നിട്ട് പോലും പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ മുട്ടു മടക്കേണ്ടി വന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യം എടുത്താലോ, ഇന്ത്യ അനുദിനം വളരുന്ന സാമ്പത്തിക സൈനിക ശക്തിയാണ്. ലോക സൈനിക ശക്തിയിൽ 4ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ലോക സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അത് 3ലേക്ക് കയറ്റാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മുടെ ഭരണകർത്താക്കൾ. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ 5 കടുത്ത നടപടികൾ. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ആൾബലത്തിലും സാങ്കേതിക തികവിലും യുദ്ധതന്ത്രത്തിലും ആയുധ ശേഖരത്തിലും സാമ്പത്തികമായും ഒക്കെ ഇന്ത്യ പാകിസ്ഥാനേക്കാളും വളരെയേറെ മുന്നിലാണ്. പക്ഷെ പാകിസ്ഥാൻ തങ്ങളുടെ അണ്വായുധ ശേഖര കാട്ടിയുള്ള ഭീഷണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അണ്വായുധ ശേഖരമാണ് പാകിസ്ഥാനുള്ള ആകെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. ഇനി അണ്വായുധം തന്നെ പ്രയോഗിച്ചാലും ഇന്ത്യയുടെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്താൻ കഴിയുമോ എന്നതിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാൻ. അതുകൂടാതെ ഇന്ത്യയുടെ ആണവായുധ തിരിച്ചടി താങ്ങാൻ പാകിസ്ഥാന് കഴിയുമോ എന്ന ചോദ്യത്തിനും പാകിസ്ഥാന് ഉത്തരം ഉണ്ടാകാനായിട്ട് വഴിയില്ല. മറ്റൊരു കാര്യം, ഇതിനു പുറമെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് ഉറ്റുനോക്കുന്ന, അതായത് അവിടേക്ക് കൈ നീട്ടുന്ന പാകിസ്ഥാന് ആണവായുധം പ്രയോഗിച്ചാൽ വരാവുന്ന ഉപരോധങ്ങളെയും കണക്കിലെടുക്കേണ്ടി വരും. അതിനാൽ തന്നെ യുദ്ധത്തിന് തുനിഞ്ഞാലും ആണവായുധം പ്രയോഗിക്കുന്നത് പാകിസ്ഥാൻ പലവട്ടം ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യമെല്ലാം ഉൾക്കൊണ്ടാണ് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ ഒരു യുദ്ധത്തിന്, പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് സന്നദ്ധമാവാൻ സാധ്യത കുറവാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഗോഗവിളികളും അണ്വായുധം പ്രവർത്തിക്കും, നദികളിൽ നിന്ന് ചോരപ്പുഴ ഒഴുകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. കാരണം അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളിലും തൊഴിലുള്ളമ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ഇന്ത്യ വിരുദ്ധത അവിടെ വളർത്തി നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും വേണ്ടിയാണെന്നാണ് നിരീക്ഷകര് അഭിപ്രായപ്പെടുന്നത്.